അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. വെള്ളൂർക്കുന്നം പുളിക്കൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ നവീകരണ കലശവും ദേവീദേവന്മാരുടെ പുനഃപ്രതിഷ്ഠയും ബുധനാഴ്ച. ദേവീദേവന്മാരുടെ പുനർനിർമ്മിച്ച കോവിലുകൾക്ക് താഴികക്കുട സമർപ്പണം കെ ശിവൻ ആചാര്യ നിർവഹിക്കും. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം പുളിക്കൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ നവീകരണ കലശവും ദേവീദേവന്മാരുടെ പുനഃപ്രതിഷ്ഠയും ജനുവരി 17 മുതൽ 22 വരെ. പുനർനിർമ്മിച്ച ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങും ദേവീദേവന്മാരുടെ നിർമ്മിച്ച കോവിലുകൾക്ക് താഴികക്കുട സമർപ്പണവും ബുധനാഴ്ച രാവിലെ 9-ന് ക്ഷേത്രത്തിന്റെ വാസ്തുശില്പിയും ക്ഷേത്രം സ്ഥാപിതനുമായ കെ ശിവൻ ആചാരി നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB മോഹൻകുമാർ, സെക്രട്ടറി P കൃഷ്ണകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ താഴികക്കുട സമർപ്പണം എന്ന് പറയുന്നത് നാളെ, അതായത് ജനുവരി 17-ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ശിവനാചാരി നിർവഹിക്കുന്നതാണ്. അതിനുശേഷം വൈകിട്ടാണ് നമ്മുടെ പുനഃപ്രതിഷ്ഠ കർമ്മങ്ങൾ, പൂജകൾ തുടങ്ങുന്നത്. അത് ഞാൻ ക്ഷേത്രം തന്ത്രി മനയത്താട്ട് അനിൽ ദിവാകരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ നടത്തുന്നത്. അത് നാളെ വൈകിട്ട് നമ്മൾ തുടങ്ങും. ഏതാണ്ട് 5 ദിവസം നിലനിൽക്കുന്ന പൂജാതി കർമ്മങ്ങളാണ് അവിടെ നടത്തുന്നത്. ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ ആചാര്യനായും തോട്ടത്തിൽ ഇല്ലം രാജേഷ് ശർമ്മ മേൽശാന്തിയായും പങ്കെടുക്കും. പ്രധാന വഴിപാടുകളായ ഗണപതി ഹോമം, നിർമാല്യവന്ദനം, അഭിഷേകം, മലരു നിവേദ്യം, കലശാഭിഷേകങ്ങൾ, ഉച്ചപൂജ, മുളപ്പൂജ, ദീപാരാധന, അത്താഴപൂജ എന്നിവയും ഒരുക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.